മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾ, മേഖലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ കുട്ടികൾ, കൂത്താട്ടുകുളത്തെ ചുമട്ടുതൊഴിലാളികളുടെ മക്കൾ എന്നിവരിൽ SSLC, +2 പരീക്ഷകളിൽ സ്റ്റേറ്റ്, CBSE സിലബസുകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അവാർഡുകൾ നൽകി ആദരിച്ചത്. അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ JCI ട്രെയിനർ TN മനോജ് മുഖ്യ അതിഥിയായി എത്തി. അസോസിയേഷൻ സെക്രട്ടറി EM വർഗീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയ് അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളും അസോസിയേഷൻ വനിതാ വിംഗ്, യൂത്ത് വിംഗ്, മർച്ചന്റ്സ് ബാങ്ക് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. അസോസിയേഷൻ ട്രഷറർ NK ഏലിയാസ് കൃതജ്ഞത രേഖപ്പെടുത്തി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊക്കെ സിവിൽ സർവീസിന്റെ കോച്ചിങ് കൊടുക്കാനുള്ള ഒരു പ്രാപ്തിയായോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: ഞങ്ങളതിന് ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ സിവിൽ സർവീസിന്റെ കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം 2 ന്യൂസ് പേപ്പർ വായിക്കണമെന്ന് നിർബന്ധമായിട്ട് കുട്ടികളോട് പറയും. ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും ഒരു മലയാളം ന്യൂസ് പേപ്പറും. എന്നിട്ട് അതിലെ ഏത് ന്യൂസ് ആയിക്കോട്ടെ, അവരെ ഏറ്റവും ടച്ച് ചെയ്ത ന്യൂസ് ഏതാണോ അതിന്റെ ഒരു കുറിപ്പ് തയ്യാറാക്കണം. എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോൾ ആ കുറിപ്പ് പ്രസന്റ് ചെയ്യണം. അങ്ങനെ ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ് ഈ IAS സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞതാണ്, വെക്കേഷൻ സമയത്ത് കൊച്ചിയിൽ ഒരു കുസാറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കുട്ടികൾക്കെല്ലാം അറിയാം കുസാറ്റ്. അവിടെ ഏറ്റവും ഫെസിലിറ്റി ഉള്ള ഓരോ വിഷയമായിട്ട് ബന്ധപ്പെട്ട ലാബുകളുണ്ട്. ഫിസിക്സിന്റെ ലാബുണ്ട്, കെമിസ്ട്രിയുടെ ലാബുണ്ട്, മാത്സിന്റെ ലാബുണ്ട്. ഈ ലാബിൽ ചെല്ലുമ്പോൾ ചില കുട്ടികൾ ഫിസിക്സിന്റെ ലാബിൽ കയറുന്നു. അപ്പൊ അങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ മണലൊക്കെ ഇട്ടിട്ട് ഒരു ചങ്ങലയിൽ കെട്ടി തൂക്കി ആട്ടി വിടുന്നു. എന്നിട്ട് ആ മണൽ നിലത്ത് വീഴുന്നതിന്റെ ഷേപ്പ് ഒക്കെ നോക്കുന്നു. ഇങ്ങനെ ഈ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. സയൻസിന്റെ ലാബിലാണെങ്കിൽ ഇഷ്ടംപോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവർ പറയുന്നത്, ഈ ലാബ് കണ്ടു വന്നതിന് ശേഷം കുട്ടികൾ അതിനെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ അവരോട് ചില കുട്ടികൾ ബയോളജിയുടെ ലാബ് ആണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു കുട്ടി എഴുതുകയാണ്, എനിക്ക് ആ ലാബാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവിടുത്തെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യം. വേറെ കുട്ടി പറയണ ഫിസിക്സിന്റെ ലാബാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവിടുത്തെ പരീക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ പറയുന്നത്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഏത് വിഷയത്തിലാണ് താല്പര്യം എന്നുള്ളത് അവര് നിരീക്ഷിച്ചു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.